Hello dears, I am your Divya Sajid from Divo's Happiness Hub. കുട്ടികളിലെ നല്ല ശീലങ്ങളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം? ആദ്യമായിട്ട് നമുക്ക് അവർക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കാം. കുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കാണും. അപ്പോൾ അവർക്ക് നമ്മൾ നല്ലൊരു ഗൈഡ് ലൈൻ കൊടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങളെ അവരിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങളെ മോൾഡ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ട ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അടുത്തതായി കുട്ടികൾക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മനസ്സ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ സോഫ്റ്റാണ്. അവർക്ക് ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ സൂയിസൈഡ് മൈൻഡ് വരെ എത്തുന്ന അവസ്ഥയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികളെ നമുക്ക് സഹായിക്കാം. അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട്, കൂടെ പഠിക്കുന്നവരോട്, നമ്മുടെ യങ്ങർ ബ്രദറിനോട് അല്ലെങ്കിൽ സിസ്റ്ററിനോട്, പാരൻസിനോടൊക്കെ എങ്ങനെ പെരുമാറണം എന്ന് കുട്ടികളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വികാരങ്ങളെ, പാരൻസായ നമ്മൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ കുട്ടികളും അതുപോലെ അവർ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും അതേ ഇമോഷൻസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മൾ അവരുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അവരെ നേർവഴിയിലൂടെ നയിക്കാനായിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ ചിട്ടയായ ആഹാര രീതി, നമ്മൾ ഭക്ഷണക്രമങ്ങളൊക്കെ അവരെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്ത് വീട്ടിലുണ്ടാക്കുന്ന അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതിൽ അമ്മയുടെ സ്നേഹം ഉണ്ടാകും, നിഷ്കളങ്കത ഉണ്ടാകും. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആരോഗ്യം, അതിനെക്കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. പിന്നീട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാത്തരം ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചിരിക്കണം. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഭക്ഷണം ശരിയാവില്ല എന്ന് പറഞ്ഞ കമൻസ് ഒന്നും പറയാതെ നമ്മൾ സർവൈവ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണ രീതിയിലുള്ള മാറ്റം, നമുക്ക് സാംസ്കാരികമായൊരു ഭക്ഷണക്രമം നമുക്കുണ്ട്. ഇപ്പോൾ സീസൺ ഫുഡ് ഐറ്റംസ്, നമുക്കിപ്പോൾ ചക്ക മാങ്ങയൊക്കെ വരുമ്പോൾ ആ സീസൺ ഫുഡുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ ഫുഡിൻ്റെ മഹത്വം, ഇപ്പോൾ ചക്കയൊക്കെ ആണെങ്കിൽ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ്ഫുൾ ആണെന്നും അതിനകത്തുള്ള വൈറ്റമിൻസിനെ കുറിച്ചും ഇമ്പോർട്ടൻസ് എല്ലാം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ചിട്ടയായ ആഹാര രീതി, ചിട്ടയായ വ്യായാമം, നല്ല ഉറക്കം, ഒരു ദിനചര്യയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഉത്തമ പൗരനാക്കി വളർത്താനായിട്ട് ഒരു സാമൂഹികമായിട്ട് പ്രതിബദ്ധത ഉണ്ടാക്കി കൊടുക്കണം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് കരുതി എല്ലാ പ്രവർത്തനങ്ങളും വിളിക്കുമ്പോൾ ഓടിപ്പോൾ എല്ലാവരെയും സഹായിക്കണം എന്നുള്ളതല്ല. സ്വയം സഹായിക്കാനുള്ള ഒരു സ്വമേധയ അവർ തയ്യാറാകണം. അതിനുള്ള കഴിവും മനസ്സും അവർക്ക് പ്രാപ്തമാക്കി കൊടുക്കണം. ആരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, സമൂഹത്തിൽ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വാല്യൂ എന്താണ്, ആരെയൊക്കെ നമ്മൾ സഹായിക്കണം എന്നുള്ള ഒരു സഹാനുഭൂതി, ഇമോഷൻസ് വളർത്തിയെടുക്കാനും അത് സഹായിക്കും. അതോടൊപ്പം തന്നെ കുട്ടികളിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് അവരുടേതായ ഒരു ലോകം, അവരുടെ റൂമൊക്കെ ആണെങ്കിൽ അവർ തന്നെ തനിയെ സെറ്റ് ചെയ്യാനും ബെഡ് തനിയെ വിരിച്ച് കിടന്ന് ഉറങ്ങാനും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ മടക്കി വെക്കാനും ഒക്കെ നമ്മൾ അവരെ ശീലിപ്പിക്കണം. അതുപോലെ ചിട്ടയായ ഒരു രീതി, എപ്പോഴാണോ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നത് അതേ സമയം ഉറങ്ങാൻ ശ്രമിക്കുക. ഉണരുന്നതും ഉറങ്ങുന്നതൊക്കെ ഒരേ ടൈമിങ് ആവുക. ഇപ്പോൾ ഹോളിഡേ ആണ്, കുറച്ച് അധിക സമയം ഉണർന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാം എന്ന് ചിന്തിക്കാതെ അത് നമ്മുടെ ഡെയിലി റൊട്ടീനെ ബാധിക്കുന്നത്. അപ്പം ഹോളിഡേയ്സ് ആണെങ്കിലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സമയവും ഒരുപോലെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഒരു റൊട്ടീൻസ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അവരെ പ്രാപ്തമാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പെരുമാറ്റം, വിദ്യാഭ്യാസം, അവരുടെ സ്വഭാവം ഒക്കെ കുട്ടികളിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പാരൻസിന് വളരെയധികം ഇൻവോൾവ് ഉണ്ട് അതിൽ.
അപ്പോൾ നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോടൊപ്പം നിൽക്കണം. നമ്മളവരുടെ മാതാപിതാക്കളാണെന്ന് എപ്പോഴും അവരോട് പറഞ്ഞ് അവരുടെ നമ്മൾ അച്ഛനും അമ്മയും കളിക്കാൻ നിൽക്കാതെ അവരോടൊപ്പം നിന്ന് അവരുടെ സുഹൃത്തുക്കളായി നിന്ന് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കുകയും പിന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണക്രമങ്ങളും നമ്മുടെ സാംസ്കാരിക രീതികളും ഒക്കെ എല്ലാത്തിനെക്കുറിച്ചും കുട്ടികൾ അവെയറായിരിക്കണം. കുട്ടികൾക്ക് എല്ലാം ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെയുള്ള പ്രധാനപ്പെട്ട ഫുഡ്, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ തലശ്ശേരി ദം ബിരിയാണി, കോഴിക്കോട് ഹൽവ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ആ സ്ഥലത്തുള്ള സ്പെഷ്യൽ ഫുഡുകളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. എത്ര പറഞ്ഞു കൊടുത്താലും ഏറ്റവും വാല്യൂ ഉള്ള ഫുഡ്, ഏറ്റവും മഹത്തായ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെന്ന് കുട്ടി അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ കുഞ്ഞു കുഞ്ഞു പാചക രീതികളൊക്കെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കണം. അത്യാവശ്യം നമ്മളില്ലാത്ത സാഹചര്യങ്ങളായാലും ആ കുട്ടി പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ആകുകയാണെങ്കിൽ, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയാലും PG ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ അവന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. പാചക രീതി കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ പാചകത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് അവരെ ഒന്ന് കൂടെ കൂട്ടി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ അവർ കണ്ട് പഠിക്കും. അപ്പോൾ പാചകത്തിലും അവരെ കൂടെ കൂട്ടുക, അവർക്ക് കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് നല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കും. അതോടൊപ്പം അവരുടെ ദിനചര്യ, നല്ല ഉറക്കം, നല്ല പഠിത്തം, ഇതൊക്കെ അവർ സിസ്റ്റമാറ്റിക് വേയിൽ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ നമ്മൾ മോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാതെ അവരുടെ വഴിയിലൂടെ നമ്മൾ കൂടി ഇറങ്ങിച്ചെന്ന് കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിൽ നിന്ന് ഏറ്റവും നല്ല സഹായവും പിന്തുണയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തികളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് ഏറ്റവും മിടുക്കരാക്കി മാറ്റാം. നമ്മുടെ മക്കളെയാണ് നമ്മൾക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ മക്കളാണ്. അപ്പോൾ അവർ തനിയെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നുള്ള മാറ്റം കുട്ടിക്ക് സമൂഹത്തിലും അവൻ നല്ലൊരു വ്യക്തിയായിട്ട് പെരുമാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഏറ്റവും നല്ല സന്തോഷം, നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്നെ അറിയിക്കുക. താങ്ക് യു ഓൾ. I am your Divya Sajid from Divu's Happiness Hub.